എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുട്ടികൾക്കായി ഒരു ചെറിയ കഥ. മണികണ്ഠനും ബാബരും. ഇതാണ് കഥ. കുപ്രസിദ്ധനായ ഒരു കടൽ കൊള്ളക്കാരനായിരുന്നു ബാബർ. അവിശ്വാസികളെ കൊള്ള ചെയ്യുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു പുണ്യകാര്യമാണെന്ന് മുഹമ്മദീയനായിരുന്ന ബാബർ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി അറേബ്യയിൽ നിന്ന് കപ്പലിൽ വന്ന ബാബർ പല നഗരങ്ങളും കൊള്ള ചെയ്തു പോന്നു. കടൽ കൊള്ളക്കാരനായ ബാബർ ഒരു ദിവസം പന്തളത്തിന് സമീപത്ത് എത്തിച്ചേർന്നതായി മഹാരാജാവിന് അറിവ് കിട്ടി. ബാബരെ നേരിട്ടേ മതിയാവൂ, പക്ഷേ അതിന് തക്ക സേനാബലം തനിക്കുണ്ടോ എന്നായി രാജശേഖര രാജാവിൻ്റെ ചിന്ത. എന്തു തന്നെയായാലും ഒരു കൊള്ളക്കാരനെ ഭയന്ന് ജീവിക്കുന്നതിലും ഭേദം യുദ്ധം ചെയ്ത് മരിക്കുകയാണ് എന്ന് തീരുമാനിച്ച രാജാവ് ബാബരോട് എതിരിടാൻ പുറപ്പെട്ടു. ആ സമയം മണികണ്ഠൻ രാജാവിൻ്റെ സമീപത്തെത്തി പറഞ്ഞു, ഈ ഞാനുള്ളപ്പോൾ അവിടുന്ന് എന്തിനാണ് യുദ്ധത്തിന് പുറപ്പെടുന്നത്? ബാബരെ ഞാൻ നേരിട്ട് കൊള്ളാം. മണികണ്ഠ, ഇത് കുട്ടിക്കളിയല്ല. ബാല്യം വിട്ടുമാറാത്ത നിന്നെ ഭീകരനായ ഒരു കൊള്ളക്കാരൻ്റെ സമീപത്തേക്ക് നാം അയക്കുകയില്ല. ക്ഷമിക്കണം പിതാവേ, രാജ്യത്തിന് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ ഒരു ഭീരുവിനെ പോലെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ തന്നെ കൊണ്ടാവില്ല. മാത്രവുമല്ല, അതൊരു രാജകുമാരൻ്റെ ധർമ്മവുമല്ല. മണികണ്ഠനെ തടയാൻ ശ്രമിച്ചുകൊണ്ട് രാജാവ് വീണ്ടും പറഞ്ഞു, അരുത് കുമാര, രാജ്യത്തെ കാക്കേണ്ടത് കുമാരൻ്റെ കൂടി കർത്തവ്യമാണ്. എങ്കിലും കുമാരൻ്റെ പ്രായം നാം കണക്കിലെടുക്കേണ്ടതുണ്ട്. ബാലന്മാരുമായി കേളികളിൽ ഏർപ്പെടേണ്ട ഈ പ്രായത്തിൽ ഇത്തരമൊരു സാഹസത്തിന് മുതിരുന്നത് ശരിയല്ല കുമാര. ഇത് തടയേണ്ടത് ഒരു പിതാവിൻ്റെ കർത്തവ്യമാണ്. പിതാവെ, പ്രായമല്ല, കഴിവാണ് പ്രധാനമായി ചിന്തിക്കേണ്ട വിഷയം. എന്നെ ബാബരുടെ സമീപത്തേക്ക് പോകാൻ അങ്ങ് അനുവദിക്കണം. യാതൊരുവിധ ആശങ്കയും അങ്ങേക്ക് വേണ്ട. അങ്ങയുടെ പുത്രൻ വിജയിച്ചു തന്നെ തിരിച്ചു വരും. മണികണ്ഠനെ പിന്തിരിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ലെന്ന ബോധ്യം രാജാവിനുണ്ടായി. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഒടുവിൽ മണികണ്ഠനെ അനുവാദം നൽകി. മന്ദസ്മിതം തൂകി മാതാപിതാക്കളുടെ അനുഗ്രഹവും വാങ്ങി മണികണ്ഠൻ സൈന്യസമേതം ബാബരെ നേരിടാനായി പുറപ്പെട്ടു. വളരെ ദൂരെ നിന്ന് തന്നെ ബാബരുടെ കപ്പൽ കാണാൻ ഇടയായി. മണികണ്ഠകുമാരൻ തൻ്റെ അസ്ത്രം തൊടുത്ത് ആ കപ്പലിൻ്റെ പായ്മരം എയ്തു മുറിച്ചു. കോപിഷ്ഠനായി സൈന്യസമേതം മുന്നോട്ടാഞ്ഞ ബാബർ കണ്ടത് യുദ്ധസന്നാഹത്തോടെ നിൽക്കുന്ന ഒരു കോമളകുമാരനെയാണ്. അത്ഭുതവും ശങ്കയും ഒരേ നിമിഷം മിന്നൽ പോലെ ബാബരുടെ ഹൃദയത്തിലൂടെ പാഞ്ഞുപോയി. വിഡ്ഢിയായ കുമാര, നിന്നെ ആരാണ് എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്? കളിച്ചു നടക്കേണ്ട പ്രായത്തിലാണോ യുദ്ധത്തിനായി വന്നിരിക്കുന്നത്? അതും മഹാപരാക്രമിയായ എന്നോട്? ഏതായാലും നിന്റെ പ്രായത്തെ കണക്കിലെടുത്ത് മാത്രം നാം നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. വേഗം മടങ്ങിപ്പോവുക. ബാബരുടെ വാക്കുകൾ കേട്ട് ഒരു ചെറുപുഞ്ചിരി പൊഴിച്ചുകൊണ്ട് മണികണ്ഠൻ പറഞ്ഞു, ബാബർ, യുദ്ധം ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഹിംസ എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് നീ കീഴടങ്ങുകയാണെങ്കിൽ നമുക്ക് യുദ്ധം ഒഴിവാക്കാം. ഹേ ബാലക, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, വേഗം മാതാപിതാക്കളുടെ സമീപത്തേക്ക് മടങ്ങിപ്പോവുക. വീണ്ടും ചെറുപുഞ്ചിരി പൊഴിച്ചുകൊണ്ട് കുമാരൻ പറഞ്ഞു, ബാബരെ, ഞാൻ മടങ്ങിക്കൊള്ളാം. പക്ഷേ അത് നിന്നെ പരാജയപ്പെടുത്തിയ ശേഷം മാത്രമേയുള്ളൂ. നീ എനിക്ക് കീഴടങ്ങാൻ തയ്യാറല്ലെങ്കിൽ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളൂ. പക്ഷേ ഒരഭിപ്രായമുണ്ട്. നിരപരാധികളായ നമ്മുടെ സൈന്യങ്ങളെ യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കി നമുക്ക് തമ്മിൽ നേരിടാം. മണികണ്ഠൻ്റെ വെല്ലുവിളി കേട്ട് ബാബർക്ക് ചിരിയാണ് വന്നത്. നന്നേ പ്രായം കുറഞ്ഞ ഒരു ബാലകൻ പരാക്രമിയായ തന്നെ ഒറ്റയ്ക്ക് നേരിടുന്നു. അല്പായുസ്സല്ലാതെ എന്തു പറയാനാണ്? ഒരു കൊച്ചു ബാലകനെ കൊല്ലുന്നുവെന്ന പേരുദോഷം തനിക്ക് വേണ്ട എന്ന് ചിന്തിച്ച ബാബർ സ്വല്പം കർക്കശത്തോടെ തന്നെ പറഞ്ഞു, നിന്റെ സൈന്യങ്ങൾക്കൊപ്പം എന്നെ നീ എതിരിട്ടാലും ബാലക, നിനക്ക് മരണം നിശ്ചയമാണ്. അങ്ങനെയിരിക്കെ ഒറ്റയ്ക്ക് യുദ്ധത്തിന് ഒരുങ്ങിയാലോ? വേണ്ട,
അഹങ്കാരം ശമിപ്പിച്ച് മടങ്ങിപ്പോവുക. മണികണ്ഠൻ വിടുന്ന മട്ടില്ല മന്ദസ്മിതം പൊഴിച്ചുകൊണ്ട് പറഞ്ഞു. വാവർ, സ്വന്തം കഴിവിലുള്ള നിന്റെ വിശ്വാസം നല്ലത് തന്നെ. എനിക്കൊന്നേ പറയാനുള്ളൂ. ഒന്നുകിൽ നീ എനിക്ക് കീഴടങ്ങുക, അല്ലെങ്കിൽ എന്നോട് യുദ്ധത്തിനൊരുങ്ങുക. വാക്കുകളേക്കാൾ നമുക്ക് നല്ലത് ഇപ്പോൾ പ്രവൃത്തിയാണ്. മണികണ്ഠൻ്റെ തീരുമാനത്തിന് മാറ്റമില്ലെന്ന് മനസ്സിലാക്കിയ വാവർ യുദ്ധത്തിനൊരുങ്ങി. സൈന്യത്തെ മാറ്റി നിർത്തിയായിരുന്നു യുദ്ധം. രണ്ട് കൂട്ടരും യുദ്ധം ചെയ്തത് അങ്ങനെയാണ്. വാവരുടെ ആയുധ പ്രയോഗങ്ങളെല്ലാം മണികണ്ഠൻ്റെ മുന്നിൽ നിഷ്ഫലമായി. ഒട്ടേറെ അതിശക്തമായ ആയുധ പ്രയോഗത്താൽ കീഴ്പ്പെടുത്തിയ താൻ കേവലം ഒരു ബാലകനോട് തോൽവി സമ്മതിക്കേണ്ടി വരുമോ? ആയുധ പ്രയോഗങ്ങളെല്ലാം നിഷ്ഫലമാണെന്ന് മനസ്സിലാക്കിയ വാവർ മന്ത്രപ്രയോഗങ്ങൾ ആരംഭിച്ചു. അതിനെയും മണികണ്ഠൻ അതിവിദഗ്ധമായി നേരിട്ടു. തൻ്റെ അഭ്യാസങ്ങളൊന്നും മണികണ്ഠൻ്റെ മുന്നിൽ ഫലിക്കില്ലെന്നും പൂർണ്ണ ബോധ്യം വന്ന വാവർ മണികണ്ഠന് മുന്നിൽ കീഴടങ്ങാൻ തീരുമാനിച്ചു. വീരശൂരപരാക്രമിയായ തന്നെ പുഷ്പം പോലെ കീഴടക്കിയ ഈ ബാലൻ തികച്ചും ഒരു ദൈവിക ശിശു തന്നെയാണെന്ന് ചിന്തിച്ചുറച്ച വാവർ കൈകളോടെ മണികണ്ഠൻ്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. ഭവാൻ ഒരിക്കലും ഒരു സാധാരണ ബാലകനല്ല എന്നെനിക്ക് ബോധ്യമായി. ശക്തരായ ഒട്ടേറെ രാജാക്കന്മാർ എന്നോട് ഏറ്റുമുട്ടി പരാജയം വരിച്ചിട്ടുണ്ട്. എൻ്റെ പേര് തന്നെ പലർക്കും നടുക്കമുണ്ടാക്കിയിട്ടുണ്ട്. ഒരു ബാലകനായ അങ്ങ് എന്നെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അങ്ങ് ആരാണെന്ന് ദയവായി അരുളി ചെയ്താലും. കുമാരൻ മന്ദഹാസം പൊഴിച്ചുകൊണ്ട് പറഞ്ഞു. അല്ലയോ വാവർ, ഞാൻ ആരാണെന്ന സത്യം താങ്കൾ വഴിയെ മനസ്സിലാക്കിക്കൊള്ളും. ഇപ്പോൾ എനിക്ക് താങ്കളോട് സ്വല്പം പറയാനുണ്ട്. എന്തു വേണമെങ്കിലും ഭവാന് പറയാം. വിനയത്തോടെ തൊഴുകൈകളോടെ നിൽക്കുന്ന വാവരോടായി മണികണ്ഠൻ പറഞ്ഞു. താങ്കൾ ഇതുവരെ ചെയ്ത ദുഷ്പ്രവർത്തികളെല്ലാം അവസാനിപ്പിക്കണം. ആക്രമത്തിൻ്റെ മാർഗം വെടിഞ്ഞ് നന്മയുടെ മാർഗം സ്വീകരിക്കണം. കൊള്ളയും കൊലയുമെല്ലാം മഹാപാപങ്ങളാണ്, മാത്രമല്ല ദൈവനിന്ദയുമാണ്. അല്ലയോ ഭവാൻ, ഞാൻ ഇതുവരെ ചെയ്തതെല്ലാം ക്രൂരകൃത്യങ്ങളായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. ചെയ്ത പാപങ്ങൾക്കെല്ലാം മോചനം നേടാനായി ദയവായി അങ്ങ് എനിക്ക് മാർഗോപദേശം നൽകിയാലും. ശേഷിക്കുന്ന കാലം അത്രയും സൽക്കർമ്മങ്ങൾ ചെയ്ത് അങ്ങയുടെ ദാസനായി ജീവിക്കാൻ എന്നെ അനുവദിച്ചാലും. പശ്ചാത്താപം പ്രകടമാക്കുന്ന വാവരുടെ വാക്കുകൾ കേട്ട് മണികണ്ഠൻ പറഞ്ഞു. വാവർ, സാഹചര്യങ്ങളാണ് താങ്കളെ പാപങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. വളരുന്ന സാഹചര്യം, ഇടപെടുന്ന വ്യക്തികൾ എന്നിവയ്ക്കനുസരിച്ചാണ് മനുഷ്യ സ്വഭാവം രൂപപ്പെടുന്നത്. ഇനിമേലിൽ നിഷ്കാമ കർമ്മങ്ങളിൽ മനസ്സിനെ അടക്കി നിർത്തുക. ചെയ്തുപോയ തെറ്റുകളെക്കുറിച്ചുള്ള പശ്ചാത്താപം താങ്കളെ പാപവിമുക്തനാക്കിയിരിക്കുന്നു. ഇനിയുള്ള കാലം അത്രയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ഭക്ത്യാദരപൂർവം തൊഴുകൈകളോടെ മണികണ്ഠകുമാരൻ്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേട്ട വാവർ ഒടുവിൽ അഭ്യർത്ഥിച്ചു. അങ്ങയെ വേർപിരിയുക എന്നത് അടിയനിൽ വളരെയധികം വേദനയുളവാക്കുന്നു. ദയവായി അടിയൻ്റെ അപേക്ഷ സ്വീകരിച്ച് അവിടുത്തെ ദാസനായി വർത്തിക്കാൻ അനുവാദം തന്നാലും. വാവർ, താങ്കളുടെ അപേക്ഷ ഞാൻ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴല്ല. അധികം താമസിയാതെ തന്നെ ഞാൻ താങ്കളെ എൻ്റെ സമീപത്തേക്ക് വിളിക്കുന്നതാണ്. അവിടെ എൻ്റെ സമീപത്ത് തന്നെ സ്ഥിരമായി അങ്ങയ്ക്കൊരു സ്ഥാനവും നൽകുന്നതാണ്. മണികണ്ഠ വചനങ്ങൾ കേട്ട് ആനന്ദസാഗരത്തിൽ ആറാടിയ വാവർ തന്നെ അനുയായികളെയും കൂട്ടി യാത്രയായി. യാത്രയാവുന്നതിന് മുമ്പായി ശ്രീ അയ്യപ്പൻ്റെ അനുഗ്രഹവും ഒരിക്കൽ കൂടി വാങ്ങുകയുണ്ടായി. കടൽ കൊള്ളക്കാരനും ക്രൂരനുമായ വാവരുടെ മേൽ ബാലനായ മണികണ്ഠൻ വിജയം വരിച്ച അത്ഭുത വാർത്ത രാജദമ്പതികൾ ഉൾപ്പെടെയുള്ള കൊട്ടാരവാസികളിലും പന്തളത്ത് രാജ്യത്തിന് മുഴുവനും അത്യധികം സന്തോഷം പകർന്നു. ഏവർക്കും മണികണ്ഠനോടുള്ള വാത്സല്യം വർദ്ധിച്ചു വന്നു. ഇതാണ് കഥ. എല്ലാവർക്കും നമസ്കാരം.